അത്തി എന്ന ഒരു വൃക്ഷത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ അല്പമായി പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു ഒലിവുമലയിൽ ഇരുന്നു കൊണ്ട് യുഗാന്ത്യ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു വാക്യമാണ്, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പുള്ളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അത്തി എന്ന ആ വൃക്ഷത്തിന് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ പ്രാരംഭത്തിൽ ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. ഏദൻ തോട്ടത്തിൽ ആദം ഹൗമാർ പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്ത സന്ദർഭത്തിൽ അവർ അത്തിയില വെച്ച് വസ്ത്രമുണ്ടാക്കി ഉടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഏതാണ്ട് 20 സെൻറ്റിമീറ്റർ വരെ നീളവും വീതിയുമുള്ള ഇലയാണ് അത്തിയുടെ ഇല എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 3:7 നമ്മളത് വായിക്കുന്നു. കനാൻ നാട്ടിലെ ഫലസമൃദ്ധിയെക്കുറിച്ച് ദൈവം പറഞ്ഞപ്പോൾ അത്തിയുടെ കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളതായി ആവർത്തന പുസ്തകം 8-9 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയിട്ട് വന്നവർ അവിടെ നിന്ന് കൊണ്ടുവന്ന വിശേഷ വസ്തുക്കളിൽ അത്തിപ്പഴമുണ്ടായിരുന്നതായി സംഖ്യാപുസ്തകം 13:23 നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തതിനെ കുറിച്ച് ഒരു അത്തിയോട് ഉപമിച്ചാണ് പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി, അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടെത്തി എന്നാണ് ഹോശയ 9:10 നമ്മൾ വായിക്കുന്നത്. ഹിസ്കിയ രാജാവിന് അസുഖമുണ്ടായ വേളയിൽ യെശയ്യാവ് ഇങ്ങനെയാണ് പറഞ്ഞത്, സ്തോത്രം, അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ ഇടുവാൻ കൽപ്പിച്ചിരുന്നു. വളരെയധികം ഔഷധ ഗുണമുള്ളതായ ഒരു ഫലമാണ് അത്തിയുടെ പഴം എന്ന് പറയുന്നത്. സ്തോത്രം. ബാബേലിലേക്ക് ഇസ്രായേൽ ജനം പ്രവാസികളായി പോയി 70 വർഷം അവിടെ പ്രവാസികളായിരുന്നു. ആ പ്രവാസകാലത്തിലേക്ക് പോകാനുണ്ടായ കാരണവുമൊക്കെ ദൈവം ഒരു ഉപമാ രീതിയിൽ ഇസ്രായേലിനോട് പറയുമ്പോൾ അവിടെയും ഒരു അത്തിയെ ഉപമിച്ചാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇരിമ്യാ പ്രവചനം 24-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ, സ്തോത്രം, യഹോവ എന്നെ 2 കുട്ട അത്തിപ്പഴം യഹോവയുടെ മന്ദിരത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത് കാണിച്ചു. ഒരു കുട്ടയിൽ തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കുട്ടയിൽ എത്രയും ആകാത്തതും തിന്മാൻ പാടില്ലാതെ വണ്ണം ചീത്തയുമായ അത്തിപ്പഴവും ഉണ്ടായിരുന്നു. അപ്പം 2 രീതിയിലുള്ള അത്തിപ്പഴം. ഒന്ന് നല്ല അത്തിപ്പഴം, തലപ്പഴം പോലെയുള്ള പഴങ്ങൾ. മറ്റൊന്ന് എത്രയും ചീത്തയായ ഫലങ്ങൾ. ഇസ്രായേലിൽ ഉണ്ടായിരുന്ന വിശുദ്ധ ജനത്തെയും അപ്പോൾ തന്നെ അശുദ്ധരായ ജനത്തെയും കാണിക്കാൻ അത്തിപ്പഴത്തെയാണ് കർത്താവോട് ഉദാഹരിച്ചിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് അത്തിവൃക്ഷത്തോട് ആവശ്യപ്പെടുമ്പോൾ അത്തി നൽകുന്ന മറുപടി, എൻ്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. അപ്പോൾ വിശേഷപ്പെട്ട ഫലമുള്ള മധുരം നിറഞ്ഞ ഒരു ഫലമാണ് അത്തി എന്ന് പറയുന്നത്. സ്തോത്രം. അയൺ, മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയ ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒരു ഫലമാണ് അത്തിപ്പഴം എന്ന് പറയുന്നത്. എത്ര ക്ഷീണിതനായ മനുഷ്യനും ഒരു അത്തിപ്പഴം തിന്നാൽ അവൻ പ്രത്യേക ഊർജ്ജസ്വലതയും ഉന്മേഷവും കിട്ടുമായിരുന്നു. മരുഭൂമിയിൽ ദാവീദും കൂട്ടരും ക്ഷീണിച്ച് അവശരായിരിക്കുന്ന സന്ദർഭത്തിൽ അബീഗയിൽ അവർക്ക് 200 അത്തിയട കൊടുത്തു വിട്ടതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ചുരുക്കത്തിൽ അത്തി അഥവാ അത്തിപ്പഴം എന്ന അച്ചിന്ത വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ ഈ ചിന്തകളിലൂടെ
ഊന്നി പറഞ്ഞത്. യേശു ക്രിസ്തു അത്തിയെക്കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട 3-4 വേദഭാഗങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആദ്യമായി യേശു അത്തിയെക്കുറിച്ച് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യത്തിലാണ്. യോഹന്നാൻ 1:48. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. പ്രധാനമായി 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. പിറ്റേന്നാൾ യേശു ഫിലിപ്പോസിനെ കണ്ടെത്തി. ഫിലിപ്പോസിനോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക എന്ന്. അങ്ങനെ ഫിലിപ്പോസ് യേശുവിനെ അനുഗമിച്ചു. പിറ്റേന്നാൾ ഈ ഫിലിപ്പോസ് തൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടെത്തി, നഥനയേൽ. നഥനയേലിൻ്റെ വേറൊരു പേരാണ് ബർത്തിലോമായി. ഈ നഥനയേലിനെ കണ്ടിട്ട് ഫിലിപ്പോസ് പറഞ്ഞു, എടാ, മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന ആ മശിഹയെ ഞങ്ങൾ കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്. ഉടനെ നഥനയേൽ തിരിച്ചു ചോദിച്ചു, അതാരാ? നസ്രയനായ യേശുവാണ്. നഥനയേലിന്റെ മറുപടി, നസ്രയനാണെങ്കിൽ അവൻ മശിഹയായിരിക്കാൻ സാധ്യതയില്ല. കാരണം മശിഹ വരുന്നത് നസ്രത്തിൽ നിന്നല്ല, ബേത്ലഹേമിൽ നിന്നാണ്. മീഖ 5:2. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നാലും എൻ്റെ ജനത്തിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ആമേൻ. യേശുവിൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതാണെങ്കിലും ഭൂമിയിലേക്കുള്ള ഉദയം ചെയ്യൽ ബേത്ലഹേമിൽ നിന്നാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പ്രവചനത്തിന്റെ നിവർത്തി എന്ന വണ്ണം യേശു ബേത്ലഹേമിലാണ് ജനിച്ചത്. പക്ഷേ യേശു വളർന്നത് നസ്രത്തിലായതുകൊണ്ട് നസ്രയനായ യേശു എന്നാണ് യേശു വിളിക്കപ്പെട്ടത്, അറിയപ്പെട്ടത്. നഥനയേൽ പറഞ്ഞു, ബേത്ലഹേമിൽ നിന്നാണ് പ്രവാചകൻ വരുന്നത്, അതുകൊണ്ട് നസ്രത്തിൽ നിന്നാണെങ്കിൽ മശിഹയായിരിക്കാൻ സാധ്യതയില്ലെന്ന്. അങ്ങനെ നഥനയേലിനെ ഫിലിപ്പോസ് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ യേശുവിനെ അടിമുടി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴാണ് നഥനയേൽ ചോദിച്ചത്, യേശുവേ, ഇപ്പോഴാണ് ഞാൻ നിന്നെ കാണുന്നത്, ഇപ്പോഴാണ് നീ എന്നെ കാണുന്നത്, പിന്നെ നിനക്ക് എന്നെ കുറിച്ച് എങ്ങനെ സാക്ഷാൽ ഇസ്രായേലിനാണെന്ന്, കപടമില്ലാത്തവനാണെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും? അവിടെയാണ് ആ വാക്യം. യേശു പറയാണ്, കുഞ്ഞെ, ഫിലിപ്പോസ് വന്ന് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു. യേശു അത്തിയെ കുറിച്ച് പറഞ്ഞ ആദ്യത്തെ വേദഭാഗം അവിടെയാണ്. നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോഴേ ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു. ഇന്ന് പകലിൽ സഹോദരങ്ങളെ, ഇവിടെ ആലയത്തിൽ ഇരിക്കുമ്പോഴാ നിങ്ങൾ എന്നെ കാണുന്നത്, ഞാൻ നിങ്ങളെ കാണുന്നത്. പക്ഷെ ദൈവത്തിന്റെ മുന്നറിവിൽ ഹല്ലേലൂയ, ഒന്നുമില്ലാതിരുന്നപ്പോൾ എല്ലാം നിന്റെ പുസ്തകത്തിലുണ്ടായിരുന്നു. ദൈവം നമ്മെ പണ്ടേ കണ്ടിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം ഒന്നുമില്ലാതിരുന്ന സന്ദർഭത്തിലെ കർത്താവിന്റെ ക്രാന്ത ദൃഷ്ടി നമ്മുടെ മേൽ പതിയാൻ, നമ്മുടെ മേൽ വീഴാൻ ദൈവത്തിന് ദയ തോന്നി. അങ്ങനെ ഒരു കൃപ ലഭിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. നാം അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോഴേ കർത്താവ് നമ്മെ കാണുന്നുണ്ടായിരുന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്ക്. അത്തിമരത്തിന്റെ ചുവട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അർത്ഥം വേദപുസ്തക പഠനത്തിന് വേണ്ടി, തിരുവെഴുത്തുകളുടെ പഠനത്തിന് വേണ്ടി വളരെ തണുപ്പുള്ള തണലുള്ള അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇവരിങ്ങനെ ഒത്തുകൂടുമായിരുന്നു. സദൃം യഹൂദന്മാരുടെ ഒരു പ്രത്യേക ജീവിത ശൈലിയാണ്. ഇസഹാക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവൻ ബേർ ലഹൈരോയി എന്ന സ്ഥലം വരെ ധ്യാനിപ്പാൻ വെളിംപ്രദേശത്ത് പോയി എന്നാണ്. അപ്പോൾ ഒറ്റയ്ക്ക് പോയി മരത്തണലിലോ മറ്റോ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥിരമായ ശീലം യഹൂദന്മാർക്കുണ്ടായിരുന്നു. ആമേൻ. ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ് ഇവൻ പലപ്പോഴും പ്രൈസലോ അത്തിമരത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന് പഴയ നിയമം ഇങ്ങനെ വായിക്കുമായിരുന്നു. അതിനകത്ത് വായിക്കുമ്പോൾ വരുവാനിരിക്കുന്ന ഒരു മശികയെ കുറിച്ച് അവന് മനസ്സിലാകും. അപ്പോഴൊക്കെ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ മശികയെ എനിക്ക് കാണാൻ കഴിയുമോ എന്ന്. യേശു പറയാണ്, കുഞ്ഞേ, നീ നിന്റെ നിഷ്കളങ്ക
നിസ്സംഗാവസ്ഥയിൽ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് തിരുവെഴുത്ത് ധ്യാനിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചു പറഞ്ഞ പദങ്ങളുണ്ടല്ലോ, അത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇന്ന് പകലിൽ നിങ്ങളുടെ ഹൃദയം വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരുവൻ, നിങ്ങളുടെ മനസ്സിന്റെ താല്പര്യങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഒരുവൻ, നിങ്ങൾ ഒറ്റയ്ക്ക് മുറിയിൽ പറയുന്നത് കേൾക്കുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. കുറെ കൂടെ കാലഘട്ടം കടന്നുപോയി. യഹൂദ റബിമാരുടെ കാലഘട്ടം വന്നപ്പോൾ ഈ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണം സസൂക്ഷ്മം പഠിക്കുമായിരുന്നു. ഒരു റബി, അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപക്ഷെ ഒരാളോ അല്ലെ ഒന്നിലധികമോ ആളുകൾ വന്നിരുന്ന് തിരുവെഴുത്തുകൾ പഠിക്കുന്ന ശീലം പിൽക്കാലത്തുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ ഒരു ജീവിതാനുഭവം നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ കിലിക്കിയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയേലിന്റെ കാൽക്കൽ ഇരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകിയാൽ, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മമായി അഭ്യസിച്ചു. അപ്പോൾ ഈ അത്തിമരത്തിന്റെ ചുവടാണ് അവരുടെ പഠന കളരി എന്ന് പറയുന്നത്, പഠനശാല എന്ന് പറയുന്നത്. മുന്തിരിത്തോട്ടത്തിൽ മുന്തിരി മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അത്തിവൃക്ഷവും നടുമായിരുന്നു. സ്തോത്രം. മുന്തിരി കുറച്ചു കാലമേ നിലനിൽക്കുകയുള്ളൂ, പക്ഷേ അത്തി എന്ന വൃക്ഷം ഏതാണ്ട് 2 മുതൽ 4 വരെയുള്ള നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ഒരു വലിയ വൃക്ഷമാണ് അത്തി എന്ന് പറയുന്നത്. എന്തിനാണ് മുന്തിരിത്തോട്ടത്തിനകത്ത് അത്തി നട്ടത്? അവിടെ ഒരു ദൂതിയൻ പറയാം, നീ തനിയെ കിളിച്ചു വന്നതല്ല, ദൈവം നിന്നെ നട്ടതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഒരു വിത്ത് വീണ് കിളിർത്തു വരുന്നതും ആമേൻ പ്രത്യേക ലക്ഷ്യത്തോടെ നട്ടുവരുത്തുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും എന്നുള്ളത്. ദൈവത്തിന് അപ്പം എന്തിനാണ് മുന്തിരിത്തോട്ടത്തിൽ അത്തിയെ നട്ടത്? പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ അതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 1, സ്തോത്രം, പകലത്തെ വെയിലത്താണ് പണിയെടുക്കുന്നത്. മുന്തിരിത്തോട്ടത്തിൽ പൊതുവെ വെയിലുണ്ട്, കൃഷിയിടങ്ങളിൽ വലിയ വെയിലുണ്ട്. എന്നാൽ വേല ചെയ്ത് ക്ഷീണിച്ചവശനാകുന്ന വേളയിൽ ആ മനുഷ്യന്, കർഷകന് ഒരു തണലായിരിക്കാൻ അത്തി വേണമായിരുന്നു. മനസ്സിലായോ? അത്തി എന്ന വൃക്ഷം ഒത്തിരി ഇടതൂർന്ന ഇലകളുള്ള ആമേൻ ഒരു വലിയ വൃക്ഷമായിരുന്നു. ആ അത്തിയുടെ ചുവട്ടിൽ പോയിരിക്കുമ്പോൾ ഒരു പ്രത്യേക വിശ്രമവും വിനോദവും സുരക്ഷിതത്വ ബോധവും ലഭിക്കുമായിരുന്നു. അതിനാണ് മുന്തിരിത്തോട്ടത്തിൽ അവിടെയും ഇവിടെ എന്ത് ചെയ്യുന്നത്? അത്തി നടുന്നത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, മറ്റുള്ളവർക്കൊരു തണലായിരിക്കാൻ, മറ്റുള്ളവർക്കൊരു ആശ്വാസമായിരിക്കാനാ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ചില ബലഹീന വിശ്വാസികൾക്ക് ഒരാശ്വാസമായിരിക്കാൻ ഒരു നടുതല പോലെ നിലനിർത്തിയിരിക്കുകയാണ് ദൈവം നിന്നെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 2-ാമത്തെ ഉദ്ദേശം, ഈ മുന്തിരിവള്ളി എന്ന് പറയുന്നത് ഒരു ബലമില്ലാത്ത ചെടിയാണ്. യെഹെസ്കേൽ പ്രവചനം 15-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. യെഹെസ്കേൽ 15:2. മനുഷ്യപുത്ര, കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരുന്ന മുന്തിരിവള്ളിക്ക് മറ്റു മരത്തേക്കാൾ എന്ത് വിശേഷതയുള്ളൂ? അടുത്തത്, വല്ല പണിക്കും കൊള്ളിപ്പാൻ അതിൽ നിന്ന് മരമെടുക്കാമോ? വല്ല പണിക്കും കൊള്ളിക്കാൻ അതിൽ നിന്ന് മരമെടുക്കാമോ? വല്ല സാധനവും തൂക്കിയിടേണ്ടതിന് അതുകൊണ്ടൊരു ആണി ഉണ്ടാക്കാൻ കഴിയുമോ? പറ്റത്തില്ല. മുന്തിരിവള്ളി എന്ന് പറയുന്നത് ഒരു ബലഹീനമായ ചെടിയാണ്. അതിൽ നല്ല ഫലമൊക്കെ വരുമെങ്കിലും അതൊരു ബലഹീനമായ പടർന്നു പന്തലിക്കുന്ന ഒരു ചെറിയ വൃക്ഷമാണ്. അത്തിയെ അതിൻ്റെ നടുവിൽ നട്ടതിൻ്റെ ഉദ്ദേശമാണ് ശ്രദ്ധിക്കേണ്ടത്. ആമേൻ. ഈ ചെറിയ വൃക്ഷങ്ങൾക്ക് പിടിച്ചു കയറാൻ, മനസ്സിലായോ? ഫലം പുറപ്പെടുവിക്കാൻ, അതിനൊരത്താണിയായിരിക്കാൻ, ആമേ മുന്തിരി വള്ളികൾക്ക് ഒരത്താണിയായിരിക്കാൻ അത്തിവൃക്ഷം വേണമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം നിങ്ങളെ ദൈവത്തിന്റെ തോട്ടമാകുന്ന സഭയിൽ നട്ടതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ചില ബലഹീന വിശ്വാസികൾക്ക് ഒന്ന് പിടിച്ചു കയറാൻ, യേശുവിന്റെ നാമത്തിൽ ചില ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ആഗ്രഹമുള്ളവർക്ക്
ചില്ലകൾ നീട്ടാൻ നീ ഒരു കൈത്താങ്ങലായിരിക്കണം. അവൻ ഈ ഉപമയും പറഞ്ഞു. ആ. ഒരു മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ചു വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവിടെ ഒരു ഉപമയായിട്ടാണ് പറയുന്നത്. ഹലോ, നടന്ന ഒരു സംഭവത്തിനപ്പുറം യേശു ക്രിസ്തു അവിടെ ഒരു ഉപമ പഠിപ്പിച്ച് അതിലൂടെ വിലപ്പെട്ട ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്തിനാണ് യേശു ക്രിസ്തു തൻ്റെ പ്രഭാഷണ വേളകളിൽ ഉപമകൾ ഉപയോഗിച്ചിട്ടുള്ളത്? മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 10, 11, 13 വാക്യങ്ങൾ, 34, 35 വാക്യങ്ങൾ. പിന്നെ ശിഷ്യന്മാർ അടുക്ക വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഉപമ പറഞ്ഞത് ഒരു വലിയ കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഹലോ, മനസ്സിലായോ? ആളുകൾക്ക് മനസ്സിലാകുന്ന ദൃഷ്ടാന്തങ്ങൾ, വസ്തുക്കൾ, വ്യക്തികൾ, വിഷയങ്ങൾ ഒക്കെ എടുത്ത് വലിയ വലിയ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു പ്രഭാഷണ രീതി യേശുവിനുണ്ടായിരുന്നു. ദൈവരാജ്യം എന്ന ആ വലിയ കാര്യം പറയാൻ വേണ്ടി യേശു ക്രിസ്തു ആമേൻ ഉപമകളായി സംസാരിക്കുകയാണ്. അടുത്ത വാക്യം കൂടെ, സ്തോത്രം, അതിന്റെ 13-ാം വാക്യം കൂടെ. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. അപ്പൊ കർത്താവ് ഉപമകൾ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനി അതിന്റെ 34, 35 വാക്യം കൂടെ. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു, ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഉപമ പറഞ്ഞപ്പോ അതിലൂടെ വിലപ്പെട്ട ചില വസ്തുതകൾ അവർക്ക് വെളിവാക്കി കൊടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയായിരുന്നു. തന്നെയുമല്ല, 78-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം കർത്താവ് അവിടെ എടുത്ത് ഉദ്ധരിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഉദ്ധരിച്ചത്? ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ കേൾപ്പിക്കും. ദൈവത്തിന് വീണ്ടും ഇവിടെ പറഞ്ഞ ഉപമയിലേക്ക് നമുക്ക് മടങ്ങി വരാം. കർത്താവ് എന്താണ് ഉപമയായിട്ട് ഇവിടെ പറഞ്ഞത്? ഒരു തോട്ടത്തിൽ നട്ടിരുന്നൊരു ആത്തിവൃക്ഷം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിൽ 3 വർഷമായി ഫലമന്വേഷിച്ചു വന്നു. 3-ാമത്തെ വർഷവും ഫലമന്വേഷിച്ചു വന്നപ്പോ അതിൽ ഒരു ഫലവുമില്ലായിരുന്നു. അതുകൊണ്ട് ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞ് അതിനെ വെട്ടിക്കളയാൻ ശ്രമിക്കുന്നു. ഉടനെ ആ തോട്ടം കാക്കുന്ന അതിൻ്റെ ഗാർഡൻ കീപ്പർ, തോട്ടം സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, യജമാനനെ 1 വർഷം കൂടെ നിൽക്കട്ടെ. എന്താണ് ഈ ഉപമയിലെ പാഠങ്ങൾ? സ്തോത്രം. ഹല്ലേലൂയ. ഈ അത്തിവൃക്ഷം എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം യഹൂദനെ കാണിക്കുന്ന ഒരു കാര്യമാണ്. ഈ 3 വർഷമായി ഞാൻ അതിൽ ഫലം അന്വേഷിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിക്കുകയും തുടർന്നുള്ള 3 വർഷം അവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. മനസ്സിലായല്ലോ? ആമേൻ. തോട്ടക്കാരൻ, അത് ഓണർ ഓഫ് ദ ഗാർഡൻ എന്ന് പറയുന്നത് പിതാവായ ദൈവമാണ്. സ്തോത്രം. വെട്ടിക്കളയാമെന്ന് പറഞ്ഞപ്പോ വേണ്ട, 1 വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പക്ഷപാതം ചെയ്ത മധ്യസ്ഥൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുകയാണ്. ഇനി ഞാൻ ആ വിഷയത്തിന്റെ ഗൗരവത്തിലേക്കൊന്ന് വരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ 3 വർഷമായി ഞാൻ അതിനെ ഫലമന്വേഷിച്ചു വരുന്നു എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, അതിന്റെ ശരിയായ കണക്ക് 3 വർഷമല്ല, ഇപ്പൊ 7-ാമത്തെ വർഷമാണ്. പ്രൈസ് ദി ലോർഡ്. ലേവ്യ പുസ്തകം
19-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ. നിങ്ങൾ ദേശത്ത് എത്തി ഭക്ഷണത്തിന് ഉതകുന്ന സകലവിധ വൃക്ഷങ്ങളും നട്ട ശേഷം നിങ്ങൾക്ക് അവയുടെ ഫലം പരിച്ഛേദന കഴിയാത്തതുപോലെ ആയിരിക്കണം. അത് 3 സംവത്സരത്തേക്ക് പരിച്ഛേദന ഇല്ലാത്തതുപോലെ ഇരിക്കണം. ഈ അവിടെ നിൽക്കട്ടെ. ഒരു അത്തിവൃക്ഷത്തെ നടുന്ന രീതി എന്ന് പറയുന്നത്, ആദ്യം ഒരു കൊട്ടയിലോ അല്ലെങ്കിൽ ചട്ടിയിലോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു തടത്തിനകത്തോ 3 വർഷത്തേക്ക് ഈ തൈയെ നട്ടു വളർത്തും. നമ്മൾ അറിയാം, നേഴ്സറിയിൽ നിന്ന് തൈകൾ വാങ്ങത്തില്ലേ, പ്രൈസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 വർഷം എന്താണ്, ഇത് പരിചരണത്തിൻ്റെ പ്രത്യേക പരിഗണനയുടെ വളർച്ചയുടെ കാലഘട്ടമാണ് ആദ്യത്തെ 3 വർഷം. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിനെ പറിച്ച് തോട്ടത്തിൽ നടുന്നത്. തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തി. ഇനി തുറന്ന് വായിച്ചാട്ടെ. 4-ാം സംവത്സരത്തിൽ അതിന്റെ ഫലമെല്ലാം യഹോവയുടെ സ്തോത്രത്തിനായിട്ട് ശുദ്ധമായിരിക്കണം. അപ്പൊ 4-ാമത്തെ വർഷം വരുന്ന ഫലം അത് ദൈവത്തിനായി വേർതിരിക്കുക. അപ്പോൾ സ്വാഭാവികമായ ഒരു അത്തി 4-ാം വർഷം കായ്ക്കും. ഹലോ, മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. നമ്മളൊക്കെ അറിയാം, ഒരു തെങ്ങ് നട്ടാൽ ഇത്ര ആണ്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും? തെങ്ങ് കായ്ക്കും. റബ്ബർ നട്ടാൽ ഇത്ര വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യാം? അത് വെട്ടിയെടുക്കാം എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ 3 വർഷം വളർച്ചയുടെ കാലഘട്ടമായിരുന്നു. 4-ാമത്തെ വർഷം അതാദ്യമായി ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങും. പക്ഷെ ദൈവം പറഞ്ഞു, ആ 4-ാം വർഷത്തിലെ ഫലങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഭക്ഷിക്കരുത്. അത് ദൈവത്തിനായി വിശുദ്ധമായി വേർതിരിക്കണം. പ്രൈസലോ. ഇനി തുറന്ന് വായിച്ചാട്ടെ. 5-ാം സംവത്സരത്തിലോ നിങ്ങൾക്ക് അതിന്റെ ഫലം തിന്നാം. യജമാനൻ അവിടേക്ക് വന്നു. മനസ്സിലാകുന്നുണ്ടോ? തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ 5-ാം വർഷം അവിടേക്ക് വന്നു. ഫലം കണ്ടില്ല. അല്പം കൂടെ സമയം കൊടുത്തേക്കാമെന്ന് കരുതി 1 വർഷം കൂടെ കഴിഞ്ഞ് 6-ാം വർഷം, പ്രൈസലോ, യജമാനൻ പിന്നെയും വന്നു. ഒരു ഫലവുമില്ല. നിരാശയോടെ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവനായി ആ മനുഷ്യൻ നിരാശയോടെ മടങ്ങിപ്പോയി. 7-ാമത്തെ വർഷം അയാൾ വീണ്ടും വന്നു. ആ വാക്യം നോക്കിക്ക്. ഇപ്പോൾ 3 വർഷമായി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ 3 വർഷമായി ഞാൻ ഇതിൽ ഫലം അന്വേഷിച്ചു വരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം 4ഉം 3ഉം 7. അതാ ഞാൻ പറഞ്ഞു 7-ാമത്തെ ആണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഫലം 4-ാം വർഷം കഴിക്കേണ്ടതായിരുന്നു. സ്തോത്രം. 5-ാം വർഷം നോക്കി, 6-ാം വർഷം നോക്കി, 7-ാം വർഷം നോക്കി. പ്രൈസ് ദി ലോർഡ്. എല്ലാ വർഷവും പക്വമായതിനു ശേഷം ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് യജമാനൻ അവിടെ വരുന്നുണ്ടായിരുന്നു. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നാം. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട കാലവും ഇന്നത്തെ കാലവും തമ്മിൽ ഒരു താരതമ്യം ചെയ്താൽ കർത്താവിന് സൽഫലങ്ങൾ കായ്ക്കേണ്ടുന്ന കാലഘട്ടങ്ങൾ പലതും കടന്നുപോയി. യേശുവിൻ്റെ നാമത്തിൽ. കാരണം 4-ാം വർഷം മുതൽ അത് ഫലം കായ്ച്ചു തുടങ്ങേണ്ടതാണ്. 4-ാം വർഷത്തെ ഫലം ആമേൻ യഹോവയ്ക്കുള്ളതാണ്. 5-ാം വർഷം വന്നു, 6-ാം വർഷം വന്നു, 7-ാം വർഷം വന്നു. 7-ാമത്തെ വർഷം വളരെ വേദനയോടെ ആ യജമാനൻ പറയുകയാണ്, ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായി ഞാൻ ഇതിൽ ഫലം അന്വേഷിച്ചു വരുന്നു, ഒരു ഫലവും കാണുന്നില്ല. അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനാ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാർ പലതിനും കരം കൊടുക്കണമായിരുന്നു. അവരുടെ തോട്ടത്തിലുള്ള വലിയ വൃക്ഷങ്ങൾക്കും ഫലം കൊടുക്കണമായിരുന്നു, കരം കൊടുക്കണമായിരുന്നു. അപ്പൊ യജമാനൻ പറയുകയാണ്, ഇതിനൊക്കെ കരം പോലും കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഹലോ, സ്തോത്രം. ഇതിനെ 3 വർഷം ഞാൻ നേഴ്സറിയിൽ നട്ടുവളർത്തി, അതിനുശേഷം നല്ല സ്ഥലത്ത് കൊണ്ടുപോയി വലിയ കുഴിയെടുത്ത് വളരാനുള്ള സകല ധാതു ലവണങ്ങളും ഇട്ട്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, എല്ലാവിധ സംരക്ഷണവും കൊടുത്തതിനെ വളർത്തി 4-ാം വർഷം മുതൽ അത് ഫലം കൊടുക്കേണ്ടതായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
പിന്നെ 5-ാം വർഷമായി ഒരു ഫലവുമില്ല. 6-ാം വർഷമായി ഒരു ഫലവുമില്ല. 7-ാം വർഷമായി ഒരു ഫലവുമില്ല. ആ 3-ാം വർഷം മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ 4 വർഷം എന്തായിരുന്നു? ഒരു പ്രൊബേഷണറി പീരീഡ് ആയിരുന്നു, ഒരു തയ്യാറെടുപ്പിൻ്റെ വർഷങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫലം കൊടുക്കേണ്ടുന്ന സമയമാണ്, ഫലം കൊടുക്കേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ ഇതിന് എന്തെല്ലാം കൊടുക്കുന്നുണ്ട്? ഹലോ, കൃത്യമായിട്ട് ഇതിന് വളം കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഇതിന് വെള്ളം കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഇതിനെ നോക്കാൻ തോട്ടക്കാരനെ ആക്കി വെച്ചിട്ടുണ്ട്. എന്തെല്ലാം വേണമോ അതെല്ലാം യജമാനൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. മാത്രമാണോ, ഇതിനു വേണ്ടി സർക്കാരിൽ കരവും കൊടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യജമാനന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഇങ്ങനെയാണ് യജമാനൻ പറഞ്ഞത്, വെട്ടിക്കളഞ്ഞേക്കാം. വെറുതെ വളം വലിച്ചെടുക്കുന്ന എന്തിനാ? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ സഹോദരങ്ങളെ, ഫലം കായ്ക്കാത്തതൊക്കെ വെട്ടിക്കളയാൻ അതിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു എന്നാണ് മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. അല്ലേ? സ്തോത്രം. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ എന്ത് വെച്ചിരിക്കുന്നു? കോടാലി വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെട്ടിക്കളയാൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആ ദൂതിന്റെ ഗൗരവമേറിയ ഭാഗത്തേക്ക് നാം വരാൻ പോവുകയാണ്. ദൈവത്തിന് വെട്ടിക്കളയാമെന്ന് പറഞ്ഞപ്പോ, വിധി കൽപ്പിച്ചപ്പോ, സ്തോത്രം, കഴിഞ്ഞ 3 വർഷമായി ഫലമില്ലാതിരുന്നിട്ടും ഇതിനു വേണ്ടി കളച്ച, ഇതിനു വേണ്ടി വെള്ളം കൊടുത്ത, ഇതിനു വേണ്ടി വളം കൊടുത്ത, ഇതിനെ വളരാൻ വേണ്ടി എല്ലാവിധ പരിചരണവും കൊടുത്ത ആ തോട്ടം സൂക്ഷിപ്പുകാരൻ, മനസ്സിലാവുന്നുണ്ടോ? ആ തോട്ടം സൂക്ഷിപ്പുകാരൻ അവിടെ നിന്നിട്ട് ആ യജമാനനോട്, ആ ഉടമസ്ഥനോട് പറയേ, യജമാനനെ ഒരാണ്ടും കൂടെ നിൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ യജമാനനെ ഒരാണ്ടും കൂടെ നിൽക്കട്ടെ. യജമാനന് പറയാനുള്ളത്, അയ്യോ, ഒരാണ്ടും കൂടെ കൊടുക്കാൻ ഞാൻ ഒന്നല്ലല്ലോ, വളർച്ചയുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് 4 വർഷം കൊടുത്തില്ലേ? സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? വളർച്ചയുടെ ആദ്യത്തെ 3 വർഷവും യഹോവയ്ക്ക് ഫലം കൊടുക്കേണ്ട 4-ാം വർഷവും കഴിഞ്ഞിട്ട് പിന്നെ 3 വർഷം കൊണ്ട് ഞാൻ അതിനുവേണ്ടി കാത്തിരുന്നില്ലേ? മേലാൽ കായ്ച്ചില്ലെങ്കിലോ വെട്ടിക്കളയാ. സ്വതന്ത്രം. വെട്ടിക്കളയാമെന്ന് യജമാനൻ വിധി കൽപ്പിച്ചപ്പോ തോട്ടത്തിന്റെ സൂക്ഷിപ്പുകാരൻ അവിടെ നിന്നിട്ട് പറയാണ്, ഒരാണ്ടും കൂടെ ഈ പുതിയ വർഷത്തിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ കർത്താവ് പ്രതീക്ഷിക്കുന്ന ഫലം കൊടുക്കാതെ വന്നപ്പോഴും ഒരുവനരികെ നിന്ന് യേശു കർത്താവ് അരികെ നിന്ന് എനിക്ക് വേണ്ടി അവൻ പക്ഷവാദം ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയേണ്ടുന്ന സമയം കഴിഞ്ഞു. സ്തോത്രം. കുന്നംകുളങ്കാരുടെ ഭാഷയെ പറഞ്ഞ പടമാകേണ്ടുന്ന സമയം കഴിഞ്ഞു. മനസ്സിലായോ? ഫ്ലെക്സ് വെക്കേണ്ടുന്ന സമയം കഴിഞ്ഞു. പക്ഷേ ദൈവം നിന്നെ നിർത്തി. നിന്റെ മിടുക്കുകൊണ്ടല്ല, നിന്റെ ആരോഗ്യം കണ്ടിട്ടല്ല, നിന്റെ പണമോ പത്രോസോ കണ്ടിട്ടല്ല, നിന്റെ പ്രത്യേക പ്രൗഢി കണ്ടിട്ടല്ല, നിന്റെ കുടുംബം കണ്ടിട്ടല്ല, നിന്റെ കാശ് കണ്ടിട്ടല്ല, കളറ് കണ്ടിട്ടല്ല, ഒന്നും കണ്ടിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. യേശു കർത്താവ് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. ഇന്ന് രാവിലെ എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? എന്നെ വെട്ടിക്കളയേണ്ടുന്ന സമയം എന്നേ കഴിഞ്ഞതാണ്. കാരണം അത്രമാത്രം കൊടിയ പാപങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് യേശുവിൻ്റെ നാമത്തിൽ. പക്ഷേ നിനക്ക് വേണ്ടി ഒരുവൻ പക്ഷപാതം ചെയ്തത് കൊണ്ടാ ഇന്ന് നീ ആയുസോടെ ആലയത്തിലുള്ളത്. അവൻ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തത് കൊണ്ടാ ഇന്ന് പകലിൽ നീ ആയുസോടെ ആലയത്തിലുള്ളത്. മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തില്ലേ? യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഇനി ആ യജമാനന്റെ അടുക്കൽ നിന്ന് പക്ഷപാതം ചെയ്യുന്ന ആ വ്യക്തിയെ ഞാനൊന്ന് നല്ലതുപോലെ ചിത്രീകരിക്കാം. പ്രൈസ് ദി ലോർഡ്.
ഒരു മധ്യസ്ഥൻ വന്ന് നിന്നിട്ട് തോട്ടക്കാരൻ ഞാൻ പറഞ്ഞത് ഉടമസ്ഥനല്ല, പിന്നെ ആരാ? തോട്ടം സൂക്ഷിപ്പുകാരൻ. പറഞ്ഞു മനസ്സിലായോ? സ്തോത്രം. ആ മനുഷ്യൻ ആ വൃക്ഷത്തിന് വേണ്ടി, ഫലമില്ലാത്ത വൃക്ഷത്തിന് വേണ്ടി യജമാനന്റെ അടുക്കൽ പക്ഷപാതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഗൗരവമുള്ള ചില ചിന്തകൾ അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ബൈബിളിലെ ആദ്യ പുസ്തകം എന്ന് അനുമാനിക്കുന്ന ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് പോകാം. ഇയ്യോബിൻ്റെ പുസ്തകം പ്രൈസ് ദി ലോർഡ് 9-ാം അധ്യായം 33-ാമത്തെ വാക്യം, പിന്നീട് 33-ന്റെ 23-ാമത്തെ വാക്യം. ഇയ്യോബ് 9:33. ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല. ഹലോ, ഞങ്ങളെ ഇരുവരെയും, ആര്? ഈ തോട്ടത്തിന്റെ ഉടമസ്ഥനെയും ഈ വൃക്ഷത്തെയും തമ്മിൽ പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ ഇടയിൽ എന്തില്ല? ഒരു മധ്യസ്ഥനുമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 33-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഇയ്യോബിന്റെ പുസ്തകം. മനുഷ്യനോട് അവന്റെ ധർമ്മം അറിയിക്കേണ്ടതിന് 1000-ൽ ഒരുത്തനായി മധ്യസ്ഥനായ ഒരു ദൂതൻ അവന് വേണ്ടി ഉണ്ടെന്ന് വരികിൽ അവൻ അവങ്കൽ കൃപ വിചാരിച്ചു കുഴിയിൽ ഇറങ്ങാതെ വണ്ണം ഇവനെ രക്ഷിക്കണമേ, ഞാനൊരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയും. ഇത് പെട്ടെന്ന് വായിക്കുമ്പോ ഇതിന്റെ അർത്ഥങ്ങൾ പലതും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നാം വിചാരിക്കുന്നതിനേക്കാൾ വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു വാക്യമാണത്. ഞങ്ങളെ ഇരുവരെയും, ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ ഇടയിൽ എന്തില്ല? ഒരു മധ്യസ്ഥനുമില്ല. എന്നിട്ട് പറയാണ് 1000-ൽ ഒരുത്തൻ, 100-ലൊന്നല്ല, 1000-ൽ 1 ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നു എങ്കിൽ. അടുത്ത പദം, മനുഷ്യൻ കുഴിയിലിറങ്ങാതെ വണ്ണം. ഹലോ, മനുഷ്യൻ കുഴിയിലിറങ്ങാതെ വണ്ണം അവൻ അവരെ രക്ഷിക്കുമായിരുന്നു. ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യൻ കുഴിയിലിറങ്ങാതെ വണ്ണം അവൻ അവരെ രക്ഷിക്കുമായിരുന്നു. അടുത്ത പദം, അവങ്കൽ ഒരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയുമായിരുന്നു. സ്തോത്രം. ഹലോ, മധ്യസ്ഥന്റെ ജോലി മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. മനുഷ്യൻ കുഴിയിലിറങ്ങാതെ അവനെ രക്ഷിക്കണം, അവന് വേണ്ടി മറുവിലയായി മരിക്കണം. ഇതാണ് ഇയ്യോബിന്റെ പുസ്തകത്തിലെ വാക്യം. അതിന്റെ മറുപടി 1 തിമോഥെയോസ് 2:5 വരാം. 1 തിമോഥെയോസ് 2:5. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി അവൻ മറുവിലയായി മാറി, അവൻ മധ്യസ്ഥനായി മാറി. മനുഷ്യൻ കുഴിയിലിറങ്ങാതെ, ശിക്ഷാവിധിക്ക് വിധേയനാകാതെ അവരെ രക്ഷിപ്പാൻ. സ്തോത്രം. യേശു ക്രിസ്തു എന്ന നല്ല മധ്യസ്ഥൻ നമുക്ക് വേണ്ടിയുണ്ട്. കർത്താവിന്റെ സ്തോത്രം. യേശു ക്രിസ്തു 3 കൂട്ടം ആളുകൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹലോ, യേശു ക്രിസ്തു മധ്യസ്ഥനാണെന്ന് പറഞ്ഞപ്പോ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥത വെളിപ്പെട്ട 3 സന്ദർഭങ്ങൾ നിങ്ങൾ നോക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഒരു മനുഷ്യന് വേണ്ടി യേശു പക്ഷപാതം ചെയ്യുന്നു. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ മാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. അടുത്തത്, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദര, നിനക്ക് വേണ്ടി ഒരുവൻ അപേക്ഷിച്ചു. സഹോദരി, നിനക്ക് വേണ്ടി ഒരുവൻ അപേക്ഷിച്ചു. സ്തോത്രം. നിന്നെ വെറുതെ ഇട്ട് പാറ്റേണ്ടതിന്, സ്തോത്രം, കോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ അനുവാദം ചോദിച്ചതാ. പക്ഷേ യേശു ശീമോന് വേണ്ടി പക്ഷപാതം ചെയ്തു. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ജസ്റ്റ് ഫോർ എ സിംഗിൾ പേഴ്സൺ, ഒരു മനുഷ്യന് വേണ്ടി,
ഒരു മനുഷ്യന് വേണ്ടി, ശീമോൻ എന്ന ബലഹീനനായ ഒരു മനുഷ്യന് വേണ്ടി യേശു പക്ഷപാതം ചെയ്യുകയാണ്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ ഒരു സമൂഹത്തിന് വേണ്ടി യേശു പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്ക് വേണ്ടിയാ? കുരിശിൽ വെച്ച് ദൈവപുത്രനെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി യേശു നടുവിൽ നിൽക്കുകയാണ്. തൻ്റെ പുത്രനെ ഉപദ്രവിക്കുന്നവരെ ശിക്ഷിക്കാൻ പിതാവായ ദൈവം സ്വർഗത്തിൽ ഒരുമ്പെട്ട് നിൽക്കുന്നു. തൻ്റെ പുത്രനെ ശിക്ഷിക്കുന്ന ആ ജനസമൂഹം താഴെ നിൽക്കുകയാണ്. അവർക്ക് ശിക്ഷ കിട്ടേണ്ടതാണ്. പുത്രനെ ഉപദ്രവിക്കുന്നവർ താഴെ, അവരെ ശിക്ഷിക്കാൻ പിതാവായ ദൈവം മുകളിൽ. എന്നാൽ യേശു ഈ രണ്ടു കൂട്ടരുടെ കൂടെ ഇടിവിൽ കയറി നിന്നിട്ട്, നടുക്ക് കയറി നിന്നിട്ട്, ഞങ്ങളെ ഇരുവരെയും തമ്മിൽ പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ ഇടയിൽ ഒരു മധ്യസ്ഥനും ഇല്ല എന്ന നിലവിളിക്ക് പരിഹാരമായി യേശു ക്രിസ്തു. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് വേണ്ടി യേശു പക്ഷപാതം ചെയ്തു, ശത്രുക്കൾക്ക് വേണ്ടി യേശു പക്ഷപാതം ചെയ്തു. ഇനി തൻ്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി യേശു പക്ഷപാതം ചെയ്യുന്നു. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമുക്ക് വേണ്ടി മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ യേശുവിൻ്റെ മധ്യസ്ഥത ഒന്ന് ശ്രദ്ധിച്ചേ. ഹലോ, എത്ര പേർക്ക് മനസ്സിലാവുന്നു? ഇവിടെ ശ്രദ്ധിച്ചേ. 3 വർഷം വരെ തോട്ടത്തിൽ സൂക്ഷിച്ചിരുന്നു. 4-ാം വർഷം പറിച്ച് നല്ലൊരു തോട്ടത്തിൽ നട്ടു, അല്ലേ? 4-ാം വർഷം മുതൽ ഫലം പുറപ്പെടുവിക്കണമായിരുന്നു. ആ ഒരു വർഷവും കൂടെ വിട്ടു. 5-ാം വർഷവും 6-ാം വർഷവും 7-ാം വർഷവും ഫലം പ്രതീക്ഷിച്ചു വന്നു. ഫലമൊന്നുമില്ലാത്ത വേളയിൽ വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തനധികം നിന്നുകൊണ്ട് പക്ഷപാതം ചെയ്തു. സ്തോത്രം. നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. നിങ്ങളുടെ പേര് നിങ്ങളൊന്ന് പറഞ്ഞേ. എനിക്ക് പറയാൻ കഴിയും, ബാബു എന്ന എനിക്ക് വേണ്ടി കർത്താവ് കഴിഞ്ഞൊരു വർഷം എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. കർത്താവ് ഒരു വർഷം കൂടെ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. ഒരു വർഷം കൂടെ ബോണസ് എന്നതുപോലെ ദൈവം എനിക്ക് നീട്ടിത്തന്നു. ആർക്കെങ്കിലും പറയാൻ പറ്റൂ എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ 2024 പ്രവേശിച്ചതെന്ന്? ഹലോ, എൻ്റെ ആരോഗ്യം കൊണ്ടാണ് ഞാൻ 2024 പ്രവേശിച്ചതെന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല, ഇല്ലവേ ഇല്ല. പുറത്തേക്ക് പോയ ശ്വാസം അകത്തോട്ട് വന്നതുകൊണ്ടാ നീ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. നീ ജീവിച്ചിരിക്കാൻ വേണ്ടി, നിനക്ക് വേണ്ടി ജീവൻ കൊടുത്തവൻ, നിനക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്തു. എനിക്ക് വേണ്ടി, ബലഹീനനായ എനിക്ക് വേണ്ടി, അഭക്തനായ എനിക്ക് വേണ്ടി, ശത്രുവായ എനിക്ക് വേണ്ടി, ആമേൻ, പിതാവിന്റെ സന്നിധിയിൽ വക്കാലത്ത് പറയാൻ സദാ ജീവിക്കുന്നവനാകിയാൽ, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവൻ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ഇന്ന് പകലിൽ സഹോദര, യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയുടെ കീഴിൽ, ആ നല്ല വക്കീലിന്റെ കീഴിൽ നീ വന്നാൽ നിനക്ക് രക്ഷയാ. മർക്കോസിന്റെ സുവിശേഷം 11:12-14 വരെയുള്ള വാക്യങ്ങൾ. പിറ്റേന്നാൾ അവർ ബെഥാനിയ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അത്രയും ഭാവം നിൽക്കട്ടെ. സ്തോത്രം. കർത്താവ് വരുമ്പോൾ ഇലയുള്ള ഒരു വൃക്ഷം, അവന് വിശക്കുന്നുണ്ട്. അതിൽ വല്ലതും കാണുമെന്ന് കരുതി വലിയ പ്രതീക്ഷയോടെ ആ അത്തിവൃക്ഷത്തിന്റെ അടുക്കിലേക്ക് വരികയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വന്നപ്പോൾ ഇലയുണ്ട്, ഒരു ഫലവുമില്ല.
സ്തോത്രം. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എന്ന് വായിക്കുന്നു. കാലം അല്ലെങ്കിൽ പിന്നെ ഫലം പ്രതീക്ഷിക്കാമോ? ഹലോ, ഞാനിനി അതിൻ്റെ അർത്ഥം പറയാൻ പോവുക, ശ്രദ്ധിച്ചാട്ടെ. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ദ സീസൺ എന്നർത്ഥത്തിലാണ്. ഫലശേഖരണത്തിൻ്റെ കാലമല്ലായിരുന്നു എന്നർത്ഥത്തിലാണ്. അത്തി എന്ന നൂറ്റാണ്ടുകൾ ജീവിച്ചിരിക്കുന്ന ആ നടുതലയുള്ള വൃക്ഷം വർഷത്തിൽ 2 പ്രാവശ്യം ഫലം കായ്ക്കും. വസന്തകാലത്ത് അതാദ്യമായിട്ട് ഇങ്ങനെ ഇല വരും. സ്തോത്രം. ഇല വരുമ്പോൾ, തളിരിട്ട ഇല വരുമ്പോൾ ചെറിയ ചെറിയ കനികളും അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ആ ഇല വലുതാകുമ്പോഴേക്ക് ഈ ഫലവും വലുതാകും. അതിനെയാണ് തലപ്പഴം എന്ന് പറയുന്നത്, തലക്കനി എന്ന് പറയുന്നത്. അപ്പം നിറച്ച് ഇലയായി കഴിയുമ്പോൾ അതിനകത്ത് അവിടെയും ഇവിടെയും ചില തലക്കനികൾ സ്വാഭാവികമായി കാണും. സ്തോത്രം. കുറച്ച് പഴമേ കാണത്തുള്ളൂ, അത് പറിച്ച് അവർ തിന്നും. സ്തോത്രം. എന്നാൽ വസന്തകാലം കഴിഞ്ഞിട്ട് ഹേമന്തകാലം വരുമ്പോഴേക്ക്, സ്തോത്രം, അത് പിന്നെയും തളിർക്കും. 2ാമത്തെ പ്രാവശ്യം ഓരോ ഇലിയോടൊപ്പവും തന്നെ ധാരാളം പഴങ്ങളും ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. അതാണ് സീസൺ എന്ന് പറയുന്നത്. ആ വർഷത്തെ തീരത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അതിനെ പറിച്ച് ഉണക്കിയെടുത്ത് അടകളാക്കി വച്ചേക്കും. അത്തിപ്പഴക്കട്ട, അത്തിപ്പഴം, അത്തിപ്പഴ അട എന്നൊക്കെ നമ്മൾ നേരത്തെ ആദ്യം വായിച്ചില്ലേ? സ്തോത്രം. ഹിസ്കിയാവിൻ്റെ പരുക്കളിന്മേൽ അത്തിപ്പഴ കട്ട കൊണ്ടുവന്നിട്ടു. അബീഗയിൽ ദാവീദിന് 200 അത്തിപ്പഴത്തിൻ്റെ അട കൊടുത്തു. എങ്ങനെയാ? ആ സീസണിൽ ഒത്തിരി ഉണ്ടാകും. ഹലോ, മനസ്സിലായോ? അത് തിന്നാൽ തീരില്ല, അതൊരു അടുത്തൊരു വർഷത്തേക്ക് വെക്കും. എന്നാൽ യേശു ആ സീസണിലല്ല വന്നത്, ആദ്യത്തെ തലപ്പഴക്കനിയുടെ സമയത്താണ് വന്നത്. ഇലയുള്ളപ്പോൾ അതിൽ അവിടെ വിടായി ചില ഫലങ്ങൾ കാണണമായിരുന്നു. ഇന്ന് പകലിൽ നമ്മളിലേക്ക് വരാം. കർത്താവ് അടുത്തു വരുന്നത് ചില പ്രതീക്ഷകൾ കൂടെയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൂരത്തിൽ നിന്ന് കണ്ടിട്ട് പോകുകയല്ല, അടുത്തു വന്ന് അവൻ പരിശോധിക്കും. ഫലം കാണണം. നിറയെ കണ്ടില്ലെങ്കിൽ പോലും അങ്ങിങ്ങെങ്കിലും ഒരു ഫലം കാണേണ്ടതല്ലേ? യേശുവിൻ്റെ നാമത്തിൽ തലപ്പഴക്കനിയുടെ ആ കാലഘട്ടത്തിൽ, സ്തോത്രം, ഒരു ഫലവുമില്ലാതെ വന്നപ്പോൾ യേശു പറഞ്ഞു, ഇനിമേൽ നിന്നിൽ നിന്ന് ഒരു ഫലവും ഉണ്ടാകാതെ പോകട്ടെ. സ്തോത്രം. അതിനെക്കുറിച്ചുള്ള 2 വിശദീകരണങ്ങൾ സുവിശേഷങ്ങളിലുണ്ട്. പറഞ്ഞ ഉടനെ അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. പിറ്റേ ദിവസം ശിഷ്യന്മാർ വന്നപ്പോൾ അത് ഉണങ്ങി, വേരോടെ ഉണങ്ങി നിൽക്കുന്നതായി കണ്ടു. ഇന്ന് പകലിൽ സഹോദരങ്ങളെ, നമ്മളെ വേരോടെ ഉണങ്ങിയ അനുഭവത്തിലല്ല, വാർദ്ധക്യകാലത്തും പച്ച വെച്ചും പുഷ്ടി പിടിച്ചും ഇരിക്കാൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഫലത്തെക്കുറിച്ചുള്ള പദങ്ങൾ, സ്തോത്രം, ഫലം, ഏറിയ ഫലം, വളരെ ഫലം, നിലനിൽക്കുന്ന ഫലം. സ്തോത്രം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് രാവിലെ സമയം കർത്താവിൽ നിന്നുള്ള ശാപമല്ല, കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ഉണ്ടായി വരട്ടെ. ഒരു ചെറു ചിന്ത കൂടെ ചുരുക്കമായി പറഞ്ഞ് ഞാൻ വാക്കുകൾ പെട്ടെന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആദ്യം വായിച്ച വാക്യം, കർത്താവ് പറയുകയാണ്, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. സ്തോത്രം. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല നിൽക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രൈസലോ. അപ്പോൾ വേനൽ വരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം എന്താ പറഞ്ഞേ?
ഉണങ്ങിപ്പോയ ഇലകൾ പോയ അത്തികൾ തളിർക്കുന്നതാണ്. സ്തോത്രം. യഹൂദൻ എന്ന് പറയുന്ന അത്തി കർത്താവിൻ്റെ ശാപം കിട്ടി. 3 വർഷം യേശു ഭൂമിയിലുണ്ടായിരുന്നു. 3 വർഷവും അവരിൽ നിന്ന് ഫലമന്വേഷിച്ചു വന്നു. ഒരു ഫലവുമില്ലാതെ വന്നതുകൊണ്ട് കർത്താവിന് അവരെ ശപിക്കേണ്ടി വന്നു. സ്തോത്രം. ആ അത്തിയാകുന്ന യഹൂദൻ AD 70 ഉണങ്ങിപ്പോയി. ലോകത്തിലെ 100-ൽ പരം രാജ്യങ്ങളിലേക്ക് ആ ജനത ചിതറിപ്പോയി. എങ്കിലും ദൈവത്തിന് അവരോട് കരുണ തോന്നി. ദൈവം പറഞ്ഞു, നീ ഉണങ്ങിപ്പോയെങ്കിലും ഒരു ദിവസം നീ തളിരിടും, നീ തളിരിടും, നീ തളിരിടും. ഹല്ലേലൂയ. യഹൂദൻ ഉണങ്ങിപ്പോയെങ്കിലും ചിതറിപ്പോയെങ്കിലും ദൈവത്തിന് അവരോട് ദയ തോന്നി. ആ ജനത്തെ ദൈവം മടക്കി വരുത്തുന്നു. യെഹെസ്കേൽ പ്രവചനത്തിലെ ഒരു വാക്യം കൂടെ പെട്ടെന്ന് വായിച്ചാട്ടെ. യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. 38:11. സ്തോത്രം. മതിലല്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും. കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും. ഹലോ, 19 നൂറ്റാണ്ട് യഹൂദന്റെ രാജ്യം ശൂന്യമായി കിടന്നു. സ്തോത്രം. പലസ്തീൻ എന്ന സ്ഥലം വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാതെ, സ്തോത്രം, മരുഭൂമിയായി, പുഞ്ച നിറഞ്ഞതായി, കൃഷിക്കോട്ടും ഉപയുക്തമല്ലാത്തതായി കിടന്നു. 19 നൂറ്റാണ്ട്. ഇത് ചരിത്രമാണ്. അടുത്തത് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾ. അടുത്തത് ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടു. അടുത്തത് കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചു. ഹലോ, ലോകത്തിൽ നിന്ന് ഏറ്റവും അധികം പാൽ ഉൽപ്പന്നങ്ങൾ കയറ്റിവിടുന്നത് ഇസ്രായേലിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും അധികം പഴങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇസ്രായേലിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും അധികം പൂക്കൾ കയറ്റുമതി ചെയ്യുന്നത് ഇസ്രായേലിൽ നിന്നാണ്. ഒരിക്കൽ മരുഭൂമിയായിരുന്നു അവിടെ. ഒരിക്കൽ ആ സ്ഥലം വെള്ളക്കെട്ട് നിറഞ്ഞതായിരുന്നു. പക്ഷേ ദൈവം ആ ജനത്തെ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആ ചെളിയുള്ള സ്ഥലങ്ങൾ, ആ മരുഭൂമിയായിരുന്ന സ്ഥലങ്ങൾ, അവർ അവിടെ എല്ലാം പാത്തികോരി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പല നദികളിൽ നിന്ന് വെള്ളം അവിടേക്ക് പമ്പ് ചെയ്തു. മരുഭൂമിയെ അവർ മലർവാടിയാക്കി മാറ്റിയെടുത്തു. സ്തോത്രം. അടുത്തത് ഭൂമിയുടെ മധ്യേ വസിക്കുന്ന ജനം. കോമ്പസ് കണ്ടുപിടിച്ചത്, ഭൂമി വൃത്താകൃതിയാണെന്ന് കണ്ടുപിടിച്ചതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. പക്ഷേ യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞു, ഭൂമിയുടെ മധ്യഭാഗം പലസ്തീനാണ്. ഭൂഗോളത്തെ മുഴുവൻ കൊള്ളത്തക്ക രീതിയിൽ, ഭൂഗോളത്തെ മുഴുവൻ ഉൾക്കൊള്ളത്തക്ക രീതിയിൽ ഒരു കോമ്പസ് വെച്ച് വൃത്തം വരയ്ക്കണമെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോയിന്റ് പലസ്തീനിൽ വയ്ക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഭൂമിയുടെ മധ്യേ വസിക്കുന്ന സ്ഥലം. സ്തോത്രം. ഉണങ്ങിപ്പോയ അത്തിയാണെങ്കിലും യേശു പറഞ്ഞു, ഒരു ദിവസം ഈ അത്തി തളിർക്കും. ഇന്ന് യഹൂദനാകുന്ന അത്തി എല്ലാ രീതിയിലും തളിർത്തിരിക്കുകയാണ്. വേനൽ അടുത്തിരിക്കുന്നു, വേനൽ അടുത്തിരിക്കുന്നു. സഹോദരങ്ങളെ, സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്. മത്തായി സുവിശേഷം 24:32-33 വാക്യങ്ങളാണ് നാം കുറിവാക്യമായി വായിച്ചത്. കർത്താവ് പറഞ്ഞു, അത്തിയെ നോക്കി ഉരുവം ഓടിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല നിൽക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അങ്ങനെ തന്നെ അവൻ വാതിക്കലായിരിക്കുന്നു. ലോകത്തിലെ സംഭവവികാസങ്ങളൊക്കെ കാണുമ്പോൾ, സ്തോത്രം, നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എൻ്റെ പ്രിയൻ്റെ നാടിനോട് അടുത്തു. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ വരവിനോട് നാം ഓരോ ദിവസം കഴിയും തോറും അടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ രാജ്യത്തോട് നാം അടുക്കുകയാണ്. വെറുതെ ഇല കൊണ്ട് മാത്രം നിൽക്കാതെ, പ്രഹസനങ്ങൾ കൊണ്ട് മാത്രം നിൽക്കാതെ. ഹലോ, മനസ്സിലായോ? പുറമേ നോക്കിയാൽ ഇലയുണ്ട്, പക്ഷെ അടുത്ത് വന്ന യജമാനൻ നോക്കും. ഇന്ന് പകലിൽ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളൊരു കർത്താവ്
നമ്മുടെ നടുവിലേക്ക് വന്നിട്ടുണ്ട്. അവൻ അടുത്തു വന്ന് നമ്മുടെ അകം പരിശോധിക്കുന്നുണ്ട്. മനുഷ്യൻ പുറമേ ഉള്ള നോക്കുമ്പോൾ യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും.